ഇപ്പോൾ അലോഷ്യസ് സേവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ആശങ്ക ചില വിഷയങ്ങളിലുണ്ട്. അത് ഞങ്ങൾ സർക്കാരിനെ നേരിട്ട് കണ്ട് അറിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഇന്നോ നാളെയോ അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുന്ന മുറയ്ക്ക് ഈ വിഷയങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട് KSUവിനെ ഏതു തരത്തിലാണ് ഈ നിയമനങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ വളരെ വൈകാരികമായ തലത്തിൽ KSU പ്രവർത്തകരുടെ എല്ലാം ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഗൗരവം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങളത് അറിയിക്കും. അദ്ദേഹം അത് കേൾക്കും. അനുഭാവപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷാ വിഷയത്തിൽ. നിങ്ങൾ ഈ പരാതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒരു തരത്തിൽ KSUവിനെ പരിഹസിക്കുന്ന പോലെയായിരുന്നു അതിൻ്റെ പ്രതികരണം. അല്ല, സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരത്തെ KSUവിൻ്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റുമാർ അവർ 2016 മുതൽ 20 വരെയുള്ള ആ കാലഘട്ടത്ത് അവിടെ യൂണിറ്റ് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ച ആളുകൾ ഒരു വലിയ രീതിയിലേക്കുള്ള ആശങ്ക സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ KSUക്കാരുടെ കൂടി ആശങ്കയാണ്. ആ ആശങ്കയെ കണ്ടില്ല എന്ന് നടിക്കാൻ സംസ്ഥാന KSU കമ്മിറ്റിക്ക് ആകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ അല്പം കൂടി ഒരു ജാഗ്രത മുഖ്യമന്ത്രി പാലിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അത് അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ, ഈ കഴിഞ്ഞ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങളുടെ നിലപാടുകളും ഞങ്ങളുടെ എത്തരത്തിലാണ് അതിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഞങ്ങൾ അറിയിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ പ്രതികരിക്കാമെന്നാണ് കരുതുന്നത്. ഉന്നയിക്കുന്ന പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അല്ല, സ്വാഭാവികമായും അത് നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമാണല്ലോ അത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ. കാരണം സ്വാഭാവികമായിട്ടും KSU ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രീഡറുമായി ബന്ധപ്പെട്ട നിയമനത്തിലാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു വന്നത്. ആ ആക്ഷേപത്തിന് തുടക്കം കുറിച്ചത് ആ കാലഘട്ടത്തിൽ അവിടുത്തെ KSUവിൻ്റെ പ്രവർത്തകരാണ്. കാരണം സ്വാഭാവികമായും തിരുവനന്തപുരം ലോ കോളേജ് എന്ന് പറയുന്നത് ആ 2016-20 കാലഘട്ടത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ലാതെ അതിഭീകരമായിട്ടുള്ള SFIയുടെ മർദ്ദനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന, KSUവിൻ്റെ ഒരു കൊടി ഉയർത്തിയാൽ അതിഭീകരമായിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ KSU പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമായിരുന്നു. അന്ന് അവിടെ SFIക്ക് വേണ്ടി കൊടി പിടിച്ച, അല്ലെങ്കിൽ KSUക്കാരെ നിരന്തരം മർദ്ദിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘത്തിൽ ഒരാൾ ഗവൺമെൻറ് പ്ലീഡറായി UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിയമിക്കുമ്പോൾ അവർ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന വിഷമങ്ങളെ KSU സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടും കേരളത്തിലെ മുഴുവൻ KSU പ്രവർത്തകർക്ക് വേണ്ടിയും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ തെരുവുകളിൽ സമരം ചെയ്ത ആളുകളുടെ വൈകാരികതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പറയുന്നത്. അത് അദ്ദേഹം കേൾക്കും. അതിൽ ഇടപെടലുകളുണ്ടാകും. അതിൽ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ ആ വൈകാരിക തലത്തിൽ മുഖ്യമന്ത്രി ഉൾക്കൊണ്ടില്ല. അല്ല, അത് സ്വാഭാവികമായും ഞാൻ ആ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ചില ബൈറ്റുകളാണ് പലയിടങ്ങളിൽ നിന്ന് ഞാനത് കണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം എത്തരത്തിലാണ് അദ്ദേഹം ആ വിഷയത്തെ എടുത്തതെന്നതിനെ പറ്റി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂല്ലോ.